പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിലേക്കുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് ENS +2 ഹോം സയൻസിന്റെ പ്രാക്ടിക്കൽ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ആൻസറും ആണ്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വരുന്ന 2025 ഏപ്രിൽ ബാച്ചിന്റെ പ്രാക്ടിക്കൽ എക്സാം മാർച്ച് 17-20 ഇടയിലാണ്. അപ്പോൾ ആ എക്സാം എങ്ങനെയായിരിക്കും, അതിന് എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണം, അതിൻ്റെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായിരിക്കും എന്നുള്ളത് കഴിഞ്ഞ പോയ വീഡിയോസിലൊക്കെ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു 3 ക്വസ്റ്റ്യൻസ് ഓരോ വീഡിയോയിൽ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. സീസണൽ ഫുഡ് അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കിട്ടും. അതേപോലെ തന്നെ പൊല്യൂഷൻ്റെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഫാമിലി ടാസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ കളർ വീല വളരെ സിമ്പിൾ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യൻസ് ആണ് അവതരിപ്പിക്കുന്നത്. അതിനു മുമ്പ് ശ്രദ്ധിക്കേണ്ടത് 20 മാർക്കിന്റെ പ്രാക്ടിക്കലാണ് ഹോം സയൻസ്. ഈ 20 മാർക്കിൽ 10 മാർക്ക് നിങ്ങൾക്ക് PCP ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും. PCP ക്ലാസ് ഇപ്പോൾ കഴിഞ്ഞ് പോയിട്ടുണ്ടാവും, ചില സെന്ററിലൊക്കെ നടക്കാൻ പോകുന്നുണ്ടാവുള്ളൂ. എന്തായാലും PCP ക്ലാസ് നടന്ന സെന്ററിൽ 20ൽ 10 മാർക്ക് ആ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്താൽ കിട്ടും. ഇനി ഏതെങ്കിലും സെന്ററിൽ PCP ക്ലാസ് നടത്തുന്നില്ലെങ്കിൽ നിങ്ങൾ 17-ാം തീയതി പോകുന്ന, അല്ലെങ്കിൽ 18-ാം തീയതി, 19-ാം തീയതി, അത് ഏത് ദിവസമാണെന്നുള്ളത് ഹാൾ ടിക്കറ്റ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാം സെന്ററിൽ വിളിച്ച് ചോദിക്കണം. എൻ്റെ പ്രാക്ടിക്കൽ എക്സാം 17-ആണോ, 18-ആണോ, 19-ആണോ, 20-ആണോ ചോദിക്കണം. സമയം ചോദിക്കണം. ഓക്കെ. PCP ക്ലാസ് നടത്തില്ലെങ്കിൽ 20 മാർക്കിന് തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് റെക്കോർഡുകൾ നന്നായിട്ട് എഴുതി പോകണം. നിങ്ങളുടെ പ്രാക്ടിക്കൽ PCP ക്ലാസ്സിന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടാവും. ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറുകൾ റെക്കോർഡിൽ നീറ്റായിട്ട് എഴുതി അത് സബ്മിറ്റ് ചെയ്യണം. റെക്കോർഡ് ബുക്ക് തന്നെ വേണം, നോട്ട് ബുക്കിൽ എഴുതിയോണ്ട് കാര്യമില്ല. നല്ല നീറ്റായിട്ട് എഴുതി കൊണ്ടുപോകണം. അതിന് മാർക്ക് വരുന്നുണ്ട്. പിന്നെ 1-2 ക്വസ്റ്റ്യൻസ് അവർ ടെസ്റ്റ് പേപ്പർ നടത്തും. ചില സെന്ററുകളിൽ വൈവ നടത്താറുണ്ട്. നമ്മൾ റെക്കോർഡിൽ എഴുതിയതിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. റെക്കോർഡ് ഞങ്ങൾക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതാം. കൂടുതൽ വിദ്യാർത്ഥികൾ ഇംഗ്ലീഷിലായിരിക്കും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിൽ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. റെക്കോർഡ് ഇംഗ്ലീഷിൽ എഴുതിയാലും നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാം മലയാളത്തിൽ എഴുതാം എന്നുള്ളതാണ്. ഓക്കെ. ഈ കളർ വീല് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ പരമാവധി ഇതൊരു കോമ്പസും പെൻസിലും ഉപയോഗിച്ചിട്ട് തന്നെ വരയ്ക്കുക. കറക്റ്റ് റൗണ്ടിൽ കിട്ടുക. ഞാൻ ബോർഡിൽ വരച്ചത് ഒരു റഫ് രൂപത്തിൽ വരച്ചതാണ്. നിങ്ങൾ വരയ്ക്കുമ്പോൾ കോമ്പസും പെൻസിലും ഉപയോഗിച്ച് കറക്റ്റ് റൗണ്ട് ഷേപ്പ് വരക്കണം. അതിൽ സെന്റർ അടയാളപ്പെടുത്തണം. ഇനി അഥവാ കോമ്പസ് കൊണ്ടുപോകാൻ മറന്നുപോയാൽ വള രൂപത്തിൽ, റൗണ്ട് രൂപത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് വരക്കണം. പക്ഷേ നമുക്ക് സെൻട്രൽ പോയിന്റ് കിട്ടിയാലാണ് 4 ഭാഗത്തേക്കും ഒരേപോലെ പോകുള്ളൂ. എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ അടയാളപ്പെടുത്തണമെങ്കിൽ കോമ്പസ് പെൻസിൽ തൽക്കാലം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് എക്സാമിന് പോകുമ്പോൾ കൊണ്ടുപോകണം. അതേപോലെ തന്നെ വാട്ടർ കളർ ഉണ്ടെങ്കിൽ, കാരണം നമുക്ക് ചില സ്കെച്ച് പേന കൊണ്ട് പോയി കഴിഞ്ഞാൽ ചില കളറുകൾ മിക്സ് ചെയ്ത് കൊടുക്കണം. റെഡ്, ബ്ലൂ, ഇത് രണ്ടുപാട് മിക്സ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് വാട്ടർ കളറാണ്, അത് മിക്സ് ചെയ്താൽ ശരിയാവുള്ളൂ. സ്കെച്ച് പേന ചിലപ്പോൾ ശരിയാണെന്നില്ല. അപ്പോൾ ഈ കളർ പേനിൽ ഏറ്റവും നല്ലത് വാട്ടർ കളറാണ്. അത് പരമാവധി കൊണ്ടുപോകുക. അപ്പോൾ നമ്മൾ ഏത് പ്രാക്ടിക്കൽ എക്സ്പെരിമെന്റ് നമ്മൾ പരീക്ഷ നടത്തുമ്പോൾ എഴുതുമ്പോഴും നിങ്ങളുടെ റെക്കോർഡിൽ എഴുതിയ മാതൃകയിൽ എഴുതുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും, മാർക്ക് കൂടുതൽ കിട്ടും. ഫസ്റ്റ് എയിം എന്ന് പറഞ്ഞിട്ട് എഴുതുക, ടു മേക്ക് എ കളർ വീല്. പിന്നെ ഇൻട്രൊഡക്ഷനിൽ ഈ കളർ വീലിനെ കുറിച്ചിട്ടാണ് എഴുതേണ്ടത്. അതിൽ വരുന്ന പ്രധാനപ്പെട്ട 3 പ്രൈമറി കളറുണ്ട്, റെഡ്, ബ്ലൂ, യെല്ലോ. പിന്നെ 2 പ്രൈമറി കളർ കൂടിക്കഴിഞ്ഞാലാണ് ഒരു സെക്കൻഡറി കളർ ആകുന്നത്. റെഡും ബ്ലൂ കൂടിയാൽ വയലറ്റ്, ബ്ലൂവും യെല്ലോ കൂടിക്കഴിഞ്ഞാൽ ഗ്രീന്, റെഡും യെല്ലോ കൂടിയാൽ ഓറഞ്ച്. ഇങ്ങനെയാണ് സെക്കൻഡറി കളറുകൾ വരുന്നത്. പിന്നെ 12 കളറുകളാണ് കളർ വീലിൽ വരുന്നത്. ടോപ്പിൽ നമുക്ക് യെല്ലോ ആണ് വരുന്നത്. ഇങ്ങനെ ഈ രീതിയിലൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ രീതിയിൽ എഴുതാം. പിന്നെ നമുക്ക് എന്തൊക്കെ മെറ്റീരിയലാണ് ഇതിലേക്ക് വേണ്ടത്, ഈ പ്രാക്ടിക്കൽ ചെയ്യാൻ വേണ്ട മെറ്റീരിയൽ എന്തൊക്കെയാണെങ്കിൽ അത് എഴുതാം. പിന്നെ അതിനുശേഷം ഈ 12 കളറുകൾ എഴുതാം. യെല്ലോ, ഓറഞ്ച്, റെഡ്, പർപ്പിൾ, ബ്ലൂ, ഗ്രീൻ, ഗ്രീൻ ഒക്കെ എഴുതും. അതിനുശേഷം നമ്മളിത് വരയ്ക്കുക. ഇത് വരച്ചതിന് ശേഷം നമ്മൾ അതായത് 4ആയി ഡിവൈഡ് ചെയ്യാം. 4ആയിട്ട് ഡിവൈഡ് ചെയ്യുക. കറക്റ്റ് സെന്റർ പോയിന്റ് 4ആയി ഡിവൈഡ് ചെയ്യുക. ഓരോ ഡിവൈഡിങ്ങിലും 3 വീണ്ടും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 4×3 മൊത്തം 12 കിട്ടും. ഇടത് വശത്തേക്ക് നമ്പറുകൾ അടയാളപ്പെടുത്താം. 1 യെല്ലോ, 2 യെല്ലോ ഓറഞ്ച്, 3 ഓറഞ്ച്, 4 റെഡ് ഓറഞ്ച്. ഈ രീതിയിൽ നമ്മൾ അടയാളപ്പെടുത്തി കളറുകൾ തന്നെ കൊടുക്കും. വാട്ടർ കളർ ആകുമ്പോൾ ഒന്നും കൂടി ബെറ്റർ ആവും. മിക്സ് വരുന്ന കളറുകളുണ്ട്. അതുകൊണ്ട് വാട്ടർ കളർ വയലറ്റ് കിട്ടണമെങ്കിൽ റെഡും ബ്ലൂവും പാടെ മിക്സ് ചെയ്യാം. അപ്പോൾ അത് സ്കെച്ച് പേന കൊണ്ട് മാർക്കർ കൊണ്ട് കൊടുത്താൽ ശരിയാവില്ല. അവിടെ നമ്മൾ എന്ത് പറയുക, വാട്ടർ കളർ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് നമ്മൾ ഇതിൽ എന്ത് ചെയ്യുക, ഒരു കൺക്ലൂഷൻ കൊടുക്കുക. ഇതിൽ എനിക്ക് എന്താണ് മനസ്സിലായത്, ഇതിൽ 12 കളറുകളുണ്ട്. ടോപ്പിൽ ഇന്ന കളറാണ്, ഇവിടെ ഇതാണ് പ്രൈമറി കളറുകളതാണ്. ഇൻട്രൊഡക്ഷൻ എഴുതിയ ഭാഗങ്ങൾ തന്നെ കൺക്ലൂഷനും ഉൾപ്പെടുത്താം. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ചോദിക്കാം. ഇതിൻ്റെ PDF ആവശ്യമുള്ളവർ, എൻ്റെ പ്രാക്ടിക്കൽ റെക്കോർഡ് എഴുതേണ്ട PDF ആവശ്യമുള്ളവർ എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.